മുണ്ടക്കൈ ചൂരൽമല അവിടുത്തെ പുനരധിവാസം അത് നേരത്തെ തീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഈ പുനരധിവാസം എങ്ങനെ എന്നതിന് കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടാക്കുന്നു. ഇന്നലെ ആ പദ്ധതി സംബന്ധിച്ച് വിശദമായ വാർത്താസമ്മേളനം നടത്തിയാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും എന്താണ് അവിടെ നമ്മൾ ഒരുക്കുന്ന ടൗൺഷിപ്പ് അതെങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ആ പ്രഖ്യാപനത്തിനും വിശദീകരണത്തിനൊക്കെ ശേഷം ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വയനാട്ടിൽ എത്തുന്നുണ്ട്. 2 ടൗൺഷിപ്പുകളാണ്, കൽപ്പറ്റയിലും നെടുമ്പാലയിലും അല്ലെ, 2 ടൗൺഷിപ്പുകളാണ് സർക്കാർ ഒരുക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ 10 മണിക്ക് അവലോകന യോഗം ചേരുന്നുണ്ട്. തുടർന്ന് എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകൾ അദ്ദേഹം സന്ദർശിക്കും. നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റൺ എസ്റ്റേറ്റിലും ആസ്തി പരിശോധനയുടെ ഭാഗമായുള്ള സർവേയും ഇന്ന് തുടരുന്നുണ്ട്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. കാരണം ഈ ദുരന്തമുണ്ടായതിനു ശേഷം കേരളം ഒന്നാകെ ഉറ്റുനോക്കി, അല്ലെങ്കിൽ കേരളത്തിനായി സഹായം നൽകിയവരെല്ലാം ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. എന്നാണ് ഇത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആദ്യ പടി സർക്കാർ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അതിനൊരു തീരുമാനം വന്ന് ഇന്നിപ്പോൾ കെ രാജൻ തന്നെ നേരിട്ട് വയനാട്ടിൽ എത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, പ്രവിത. തീർച്ചയായും വലിയ ഒരു പോസിറ്റീവ് വാർത്ത തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 5 മാസമായി ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമുള്ള ജനങ്ങൾ വലിയ ദുരന്തത്തിലാണ്. ആ ദുരന്തത്തിനൊക്കെ ഒരു അറുതിയാവുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രാവിലെ 10 മണിയോട് കൂടെ കളക്ട്രേറ്റിൽ എത്തുന്നുണ്ട്. ജില്ലാ കളക്ടർ അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ആ ഒരു ചെറിയൊരു അവലോകന യോഗമാണ്, ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന അവലോകന യോഗം. അതിനുശേഷമാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന 2 ടൗൺഷിപ്പുകൾക്കായി സ്ഥലം ഏറ്റെടുക്കുന്ന 2 ഇടങ്ങൾ കൂടി മന്ത്രി സന്ദർശിക്കും. പ്രധാനപ്പെട്ട 2 ഇടങ്ങളിലാണ് ഈ ടൗൺഷിപ്പുകൾ ഉണ്ടാവുക. ടൗൺഷിപ്പുകളിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. താമസിക്കാനുള്ള വീടുകൾ മാത്രമല്ല, അവിടെ മാർക്കറ്റ്, ആശുപത്രി, അങ്കണവാടി, വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയതിന് ശേഷമായിരിക്കും അവിടേക്കുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കുക. വൈദ്യുതിയും വെള്ളവും അതുപോലെ ഗതാഗത സൗകര്യവും ഒക്കെ തന്നെ ഒരുക്കാനുള്ള നടപടികൾ ആദ്യം തന്നെ പൂർത്തീകരിക്കും എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടി തന്നെയായിരിക്കും എല്ലാവരെയും പുനരധിവസിപ്പിക്കുക. അതിനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എസ്റ്റേറ്റുകൾ 2 ഇടങ്ങളിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതിലുള്ള സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിൽ കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് 48.96 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് 58.5 ഹെക്ടർ ഭൂമിയും ഏറ്റെടുക്കും. ഈ 2 ഇടങ്ങളിലാണ് ഇന്ന് മന്ത്രി സന്ദർശനം നടത്തുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേക്കായിക്കൊണ്ട് ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിവാദം അല്ലെങ്കിൽ ചെറിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ 15 സെൻറ്റ് സ്ഥലമെങ്കിലും ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 10 ലഭിക്കും എന്ന് അവർ ഉറച്ച് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ 5 സെൻറ്റ് വീതം മാത്രമായിരിക്കും ഓരോ പുനരധിവാസത്തിൻ്റെ ഈ ദുരന്തബാധിതർക്ക് ലഭ്യമാവുക എന്നുള്ള ഒരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അതിൽ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെയൊക്കെ വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടെ കഴിഞ്ഞവരാണ്. പക്ഷേ ഇനിയിപ്പോൾ 5 സെൻറ്റിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ ഒരു മാറ്റം സർക്കാർ വരുത്തണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. വയനാട് പുനർനിർമ്മാണ സമിതി എന്ന പേരിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിക്കാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഒപ്പം ചീഫ് സെക്രട്ടറിയും അതുപോലെ ജില്ലാ കളക്ടറും അധ്യക്ഷരായിട്ടുള്ള ഉപസമിതികളുണ്ട്. കൂടാതെ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ് മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലുമുള്ളത്. കഴിഞ്ഞ 5 മാസമായി അവർ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് വളരെ വേഗത്തിൽ അറുതി വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, പ്രവിത. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മന്ത്രിയോട് വരുന്നു. അങ്ങനെ ആ പ്രവർത്തനങ്ങൾക്കൊരു വേഗം വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എത്ര വീടുകൾ നിർമ്മിക്കും, അത് എന്നത്തേക്ക് പൂർത്തിയാകും എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നതാണ്. അത് സ്വാഭാവികമായിട്ട് ചെറിയ സമയമൊക്കെ എടുക്കും. പക്ഷെ അത് ഒരുപാടങ്ങ് നീണ്ടുപോകരുത്. കാരണം ആ ജനത അത്രമേൽ മുറിവേറ്റവരാണ്. എത്രയും പെട്ടെന്ന് ഒരു പുനരധിവാസം ഉണ്ടായി അവർക്ക് പഴയ ജീവിതത്തിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ കൂടി ഒരു നല്ല ജീവിതം പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്.